അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പരിശുദ്ധ റമളാൻ കരുണയുടെ മാസമാണ്, ദാനധർമ്മത്തിൻ്റെ മാസമാണ്. പാവങ്ങളോട് കരുണ കാണിക്കുക, അവരെ സഹായിക്കുക, അവരെ കൂടെ നിൽക്കുക. എന്നാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇത്തരത്തിലുള്ള ആളുകളൊക്കെയാണ് പല വീടുകൾ സന്ദർശിക്കുന്നത്. ഒരുപാട് ആളുകൾ ഇതര സമുദായത്തിൽപ്പെട്ട ആളുകൾ വന്ന് എന്തെങ്കിലും ചോദിച്ചാൽ തീർച്ചയായും മുസ്ലിമീങ്ങൾ സഹായിക്കും. വഞ്ചന ഒരിക്കലും പാടില്ലാത്തതാണ്. പരിശുദ്ധമായ ഇസ്ലാമിൻ്റെ വേഷമായ ഈ വസ്ത്രം ധരിച്ചു വരുന്നവർ ഏതു മതവും അംഗീകരിക്കാത്തൊരു കാര്യമാണ് വഞ്ചന എന്നുള്ളത്. പരിശുദ്ധ ദീൻ അതിനെ ശക്തമായി പറയുന്നുണ്ട്. ഹിന്ദു മതം അതുപോലെ ക്രൈസ്തവെല്ലാം ഈ വഞ്ചന പാടില്ലാത്ത കാര്യമാണ്. നാം ₹1 കൊടുക്കുകയാണെങ്കിൽ എന്ത് കൊടുക്കുകയാണ് അത് പരിശോധിച്ച് തന്നെ കൊടുക്കണം. പാവപ്പെട്ട ഹിന്ദു സഹോദരന്മാർക്കോ അല്ലെ ക്രൈസ്തവ സഹോദരന്മാർക്കോ കൊടുക്കാൻ പാടില്ല എന്നല്ല, അവരെ സഹായിക്കണം. പരിശുദ്ധ റസൂൽ അങ്ങനെയാണ് പഠിപ്പിച്ചത്. പാവപ്പെട്ടവർ അല്ലേ, അയൽവാസിൽ പട്ടിണി ആണ് എന്നാൽ വേറെ നിറക്കുന്നവൻ അവൻ മുഅ്മിനല്ല എന്ന് പറഞ്ഞു തായ റസൂൽ. അത് മുസ്ലിമായാൽ മാത്രമല്ല, ഏത് സമുദായത്തിൽപ്പെട്ട ആളാണെങ്കിലും, അത് ഒരു ഹിന്ദു ആണെങ്കിലും ഒരു ക്രൈസ്തവ മതത്തിൽപ്പെട്ട ആളാണെങ്കിലും ആരാണെങ്കിലും, നമ്മുടെ അയൽവാസി പട്ടിണിയാണെങ്കിൽ അവരെ വേറെ നിറക്കണമെന്നാണ്. അവർ പട്ടിണിയായിരിക്കെ വേറെ നിറക്കാൻ പാടില്ല എന്നാണ്. എന്നാൽ ഈ വേഷം ഒഴിവാക്കി ഇത്ര ആളുകൾ അവരോടുള്ള പട്ടിണി മാറ്റാൻ വേണ്ടി അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വന്നാൽ തീർച്ചയായും മുസ്ലിമീങ്ങൾ ഒരിക്കലും അവർ അട്ടി ഓടിച്ചാൽ അവൻ ഒരിക്കലും മുസ്ലിമാണെന്ന് പറയാൻ പറ്റുമല്ലോ. കാരണം ഫമ്മസായില ഫലാ തൻഹർ, ചോദിച്ചു വരുന്നവരെ ആട്ടി ഓടിക്കാൻ പാടില്ല. അത് മുസ്ലിം മാത്രം ആട്ടി ഓടിക്കാൻ പാടില്ല, മറ്റു മതക്കാർ വന്നാൽ ആട്ടി ഓടിക്കണമെന്നുമില്ല. എത്രയോ ഹിന്ദു സഹോദരന്മാർ പാവപ്പെട്ട മുസ്ലിമുകളെ സഹായിക്കുന്നുണ്ട്. ഈ അടുത്ത് തന്നെ ഞാൻ ഒരുപാട് വീടുകൾ കണ്ട് പാവപ്പെട്ട മുസ്ലിങ്ങളെ സഹായിക്കുന്നതും അതുപോലെ ഇഫ്താർ കൂട്ടമൊക്കെ ഒരുക്കുന്നുണ്ട്. നമ്മുടെ നാട് എന്നുള്ളത് ഐക്യത്തോടു കൂടി പോകേണ്ടതാണ്. എന്നാൽ ഇത്തരത്തിലുള്ള വഞ്ചന തീർച്ചയായും അത് എല്ലാ സമൂഹത്തിനും വിഷമമുണ്ടാക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഈ വഞ്ചനയുമായി വരുന്നവർക്ക് തീർച്ചയായും ഒരിക്കലും നാം നൽകരുത്. കാരണം അത് വഞ്ചനയുടെ ഭാഗമാണ്. അതല്ലാതെ അവരെ അസ്ലിയായ കോലത്തിൽ, ഹിന്ദു ആണെങ്കിൽ ഹിന്ദു, മുസ്ലിം ക്രൈസ്തവാണെങ്കിൽ ആ മതത്തിൽ അവർ വന്ന് എന്തെങ്കിലും സഹായിക്കണമെന്ന് ചോദിച്ചാൽ തീർച്ചയായും മുസ്ലിങ്ങൾ സഹായിക്കും. അങ്ങനെ സഹായിക്കുന്നതിൽ പുണ്യമുണ്ട് എന്ന് പഠിച്ചവരാണ് മുസ്ലിമീങ്ങൾ എന്ന് മനസ്സിലാക്കണം. ഇത്തരത്തിലുള്ള ആളുകൾ വഞ്ചനവുമായി വരുന്നവർക്ക് തീർച്ചയായും പരിശോധിച്ച് തന്നെ കൊടുക്കണം. നമ്മുടെ സക്കാത്തിൻ്റെ പണമൊക്കെ കൊടുക്കുമ്പോൾ ഇത്തരത്തിലുള്ള ആളുകൾക്ക് കൊടുത്താൽ അത് സ്വീകരിക്കപ്പെടുന്നതല്ല. തീർച്ചയായും അർഹരായ ആളുകളെ നോക്കിക്കൊണ്ട് കൊടുക്കണം. ചിലപ്പോൾ ഇങ്ങനെ വരുന്നവർ, ഇങ്ങനെ ഒരു മതത്തെ തന്നെ വഞ്ചിച്ചു കൊണ്ട് വരുന്നവർ ചിലപ്പോൾ ഇവർ വലിയ സമ്പന്നരായിരിക്കാനും സാധ്യതയുണ്ട്. കാരണം ഇവർക്ക് ഇങ്ങനെ അധ്വാനിക്കാതെ കണ്ട് ജീവിച്ച് ശീലിച്ച ആളുകൾ പിന്നെ അവർ അധ്വാനിക്കാനൊന്നും പോകില്ല. അവരുടെ ശീലം ഇതായി മാറി. മുത്തായ റസൂൽ പഠിപ്പിച്ചത്, മുസ്ലിമീങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമുക്ക് അധ്വാനിച്ച് ജീവിക്കാൻ കഴിവുണ്ടെങ്കിൽ നാം അധ്വാനിച്ച് തന്നെ ജീവിക്കണം. യാചന പാടില്ല. യാചന ഒരിക്കലും അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞത് ഏറ്റവും നല്ല കൈ കൊടുതിയുടെ കൈയാണ്, കൊടുക്കുന്നത്. യാചിക്കുന്ന കൈ അത്ര നല്ലതല്ലെന്ന്. നാം കഴിവിൻ്റെ പരമാവധി അധ്വാനിക്കുക, നമ്മുടെ കൂടെയുള്ള പാവങ്ങളെ സഹായിക്കുക, എല്ലാ മതസ്ഥരെയും സഹായിക്കുക. നമ്മുടെ അയൽവാസികളൊക്കെ ഹൈന്ദവ സഹോദരന്മാരുണ്ട്. നാം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കാറുണ്ട്. അവരോട് നമുക്ക് വെറുപ്പില്ല, വലിയ സ്നേഹമാണ്. എന്തുകൊണ്ട്? അത് അവർ വഞ്ചനയില്ല. വഞ്ചന എന്നുള്ളത് ഏറ്റവും അപകടമാണ്. ഇങ്ങനെ വഞ്ചനവുമായി ഇത് ഹിജാബ് ധരിച്ചുകൊണ്ട് മുസ്ലിം വീടാന്തരം കയറി വരുന്നവരെ സൂക്ഷിക്കണം. അത്ര വഞ്ചനക്കാർക്ക് ഒരിക്കലും കൊടുത്തു പോകരുത്. അവർ ചെയ്യുന്ന വലിയ വഞ്ചനയാണ്. ആ വഞ്ചന അത് തീർച്ചയായും അപകടം വരുത്തും. അത് പിന്നെ അവരെ ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല. ഒരു വിഷമം, ഒരു സങ്കടം, ഒരു പ്രയാസം ഒരു മനുഷ്യനുണ്ടായാൽ അവിടെ മതം നോക്കാറില്ല, അവിടെ ആരെ നോക്കാമല്ലോ, മനുഷ്യനാണോ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കുക. അവിടെ എത്ര ആളുകൾ അങ്ങനെ സഹായിച്ചിട്ടുണ്ട്, എത്ര വലുത് കോടികൾക്കല്ലേ. ഈ അടുത്തൊക്കെ നിമിഷപ്രിയ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി, ആ പെൺകുട്ടി വധശിക്ഷ വരുന്ന സമയത്ത് മുസ്ലിമുകൾ കൂടെ നിന്നില്ലേ. അങ്ങനെ എത്ര സംഭവങ്ങളുണ്ട്.
എത്ര പാവപ്പെട്ടവർക്ക് വേണ്ടി സഹായിക്കാൻ വേണ്ടി മുൻപന്തിയിൽ നിന്ന മുസ്ലിമുകൾ, ഒരു കുടുംബത്തെ മൊത്തം ഏറ്റെടുത്തവർ, അതേപോലെ ഹിന്ദു സഹോദരന്മാർ മുസ്ലിമുകളെ സഹായിച്ച ഒരുപാട് തെളിവുകളുണ്ട്. പള്ളിയെ സഹായിച്ചവരൊക്കെ ഉണ്ട്. അതെല്ലാം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലതാണ്. എന്നാൽ വഞ്ചനയായിക്കൊണ്ട് മുസ്ലിങ്ങളുടെ കരുണയെ ചൂഷണം ചെയ്യുന്നത്, അവരുടെ ദയത്തെ ചൂഷണം ചെയ്യുന്നതാണ് ഈ ഒരു രീതി. ഈ രീതിയിൽ വന്നുകൊണ്ട് മുസ്ലിങ്ങളെ മുമ്പിൽ യാചിക്കുന്നത്, അത് മുസ്ലിങ്ങളെ തീർച്ചയായും അങ്ങനെയൊന്നും അല്ല. നാം വിചാരിച്ചതുപോലെയല്ല. യഥാർത്ഥ മുസ്ലിമീങ്ങൾ, ഒരു പാവപ്പെട്ടവൻ വന്നാൽ അവൻ ഏത് മതക്കാരനായാൽ തീർച്ചയായും അവർക്ക് കഴിവിൻ്റെ പരമാവധി അവർ സഹായിക്കും. തീർച്ചയായും അവർ അവഗണിക്കില്ല. അവഗണിക്കുകയാണെങ്കിൽ അവൻ പരിശുദ്ധമായ ദീനിനെക്കുറിച്ച് കൃത്യമായി പഠിക്കാത്തവനുമാണ്. അത്തരത്തിലുള്ള സംഭവം വിരളമാണ്. എത്രയോ യാചകന്മാർ, ഇതര മതത്തിൽപ്പെട്ട യാചകന്മാർ മുസ്ലിങ്ങളുടെ വീടുകളിൽ വരുന്നുണ്ട്. ആരും ആട്ടുപൊടിക്കാറില്ല, ആരും അവഗണിക്കാറില്ല. അവർക്ക് കഴിവിൻ്റെ പരമാവധി സഹായിക്കാറുണ്ട്. സഹായിക്കുകയും ചെയ്യണം. അത് നല്ല പുണ്യമുള്ള കാര്യമാണ്. എല്ലാവരോട് കരുണ ചെയ്യുക, മനുഷ്യരോട് കരുണ. ഖുർആൻ പറയുന്നത്, ഹദീസ് പറയുന്നത് അങ്ങനെയാണ്. റഹമു മംഫിൽ അർളന, ഭൂമിയിലുള്ളവരോട് കരുണ ചെയ്യുക. ഭൂമിയിലുള്ളവരോട് എന്ന് പറഞ്ഞാൽ മനുഷ്യരോട് അല്ലെങ്കിൽ മുസ്ലിമീങ്ങളോട് മാത്രം കരുണ ചെയ്യുക എന്നല്ല ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഭൂമിയുള്ളവരോട്, മനുഷ്യരോട്, മൃഗങ്ങളോട്, പക്ഷികളോട്, പറവകളോട്, എല്ലാത്തിനോട്, മനുഷ്യരോട് മാത്രമല്ല എല്ലാത്തിനോട്. ഒരു പക്ഷി അല്ലെങ്കിൽ ഒരു നായ അല്ലേ, ഒരാളിങ്ങനെ നടന്നു പോവുകയാണ്. നടന്നു പോകുന്ന സമയത്തോ ഒരു സ്വഹാബി നടന്നു പോകുമ്പോൾ, ഒരു മഹാനികൾ നടന്നു പോകുമ്പോൾ ഒരു നായ ഇങ്ങനെ മണ്ണ് കപ്പുന്ന ഒരു അവസ്ഥയിൽ കണ്ടു. അപ്പോൾ ഇയാൾക്ക് മനസ്സിലായി ഈ നായ വല്ലാത്ത ദാഹിക്കുന്നുണ്ട് എന്ന്. പരിശുദ്ധ ദീൻ തൊട്ടാൽ ഏത് പ്രാവശ്യം കഴുകേണ്ടതാണ് നായ എന്നുള്ളത്. അയാൾ നേരെ ഒരു കിണറിൽ ഇറങ്ങി ആ കിണറിലേക്ക് കിണർന്ന് വെള്ളം എടുത്ത് ആ വെള്ളം കൊണ്ടുവന്ന് ആ നായക്ക് കൊടുത്ത്. ആ നായ അത് കുടിച്ചു, ദാഹം തീർത്തു. മുത്തായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, ആ ഒറ്റ കാരണം കൊണ്ട് ഫഗഫറ ലഹു ഫശഖറ, അവൻ്റെ എല്ലാ ദോഷങ്ങളും അള്ളാഹു പൊറുത്തു, അള്ളാഹുവിനോട് നന്ദി ചെയ്തു. നമുക്ക് ഒറ്റ കാരണം കൊണ്ട് സ്വർഗം കിട്ടി. മനുഷ്യരോടല്ല, ഒരു നായയോട് കരുണ കാണിച്ചതിന് പോലും അള്ളാഹു തിരിച്ചു കരുണ കാണിച്ച്. അതേപോലെ ഹിന്ദു സഹോദരങ്ങൾ, അതുപോലെ ഹൈന്ദവ സഹോദരങ്ങൾ, ക്രൈസ്തവ സഹോദരങ്ങൾ, അവരോട് കരുണ ചെയ്താലോ? അവർ മനുഷ്യരല്ലേ. അപ്പോൾ അള്ളാഹുവിൻ്റെ ഒരു പരിഗണന എത്രത്തോളം കൂടുതലായിരിക്കും ഒരു നായോട് പോലും ചെയ്തതിന് അത്ര കൂലുണ്ടെങ്കിൽ. പക്ഷേ ഈ രീതിയിലുള്ള വഞ്ചന, ഇത് അപകടമാണ്. ഇത്തരക്കാരെ ഒരിക്കലും സഹായിക്കരുത്. ഇവർ ചെയ്യുന്ന വഞ്ചനയാണ്. ഇവർക്ക് സഹായിച്ചാൽ അവർ വീണ്ടും ഈ വഞ്ചന തുടരും. അത്തരക്കാരെ തിരിച്ചറിഞ്ഞ് സമൂഹത്തിന് മുമ്പിൽ കൊണ്ടുവരേണ്ടതുമാണ്. അവർ പാവങ്ങളാണെങ്കിൽ നിങ്ങളുടേതായ ആ വേഷത്തിൽ തന്നെ പോയാൽ തീർച്ചയായും നിങ്ങളെ പരിഗണിക്കൽ നമ്മുടെ ബാധ്യതയാണ്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ട് സഹകരണങ്ങൾ വേണം. അവിടെ ഒരു അപകടം സംഭവിച്ചു ഒരാൾക്ക്, നേരെ നോക്കുക, അവൻ ഏത് ജാതിയിൽപ്പെട്ടതാണോ, മുസ്ലിമാണോ, ഹിന്ദു ആണോ, അങ്ങനെ നോക്കരുത്. അപകടപ്പെട്ടാൽ എന്തെങ്കിലും സഹായത്തിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ ഓടിപ്പോയി സഹായിക്കണം. ഞാൻ ഈ അടുത്തൊരു ഹൈന്ദവ സഹോദരൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്, എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ കൂടുതൽ ആളുകൾ മുസ്ലിമീങ്ങളാണ് ഓടി വന്ന് രക്ഷിക്കുന്നത് എന്ന് ഒരു സന്തോഷത്തോടു കൂടി പറഞ്ഞു. കാരണം അവർ മതമൊന്നും നോക്കുന്നില്ല. അങ്ങനെ ഹിന്ദു സഹോദരങ്ങൾ എത്രയോ ആളുകളുടെ മതം നോക്കാതെ സഹായിക്കുന്നത്. എന്നെ തന്നെ ഒരു സഹായിച്ച, ഞാൻ ഒരു ദിവസം ഒരു റോഡരികിൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഒരു സഹോദരൻ കാണുമ്പോൾ എനിക്ക് മുസ്ലിം പോലെ തോന്നി. എന്നെ നല്ലോണം സഹായിച്ചു. എന്നെ വണ്ടിയിൽ കൊണ്ടുപോയി എല്ലാം ചെയ്തതിന് ശേഷം ഞാൻ അവനോട് പേരെന്ന് ചോദിച്ചു. അപ്പോൾ ഒരു ഹിന്ദു സഹോദരനാണെന്ന് അപ്പം എനിക്ക് മനസ്സിലായത്. ഞാൻ അത്ഭുതപ്പെട്ടു. അതിൻ്റെ മുമ്പ് തന്നെ ഞാൻ ആ പ്രയാസത്തിലേക്കും അതിലൂടെ ആ റോഡിലൂടെ ഒരുപാട് മുസ്ലിം സഹോദരങ്ങൾ പോയിരുന്നു. അവർ അവഗണിച്ചിരുന്നു. കാരണം അവർക്ക് പരിശുദ്ധ ദീനിനെ പറ്റി അത്രത്തോളം ബോധം ഉണ്ടാവില്ല. കാരണം ഒരാളിങ്ങനെ പ്രയാസപ്പെടുമ്പോൾ അവരെ കൂടെ നിൽക്കണമെന്ന്. ആ സഹോദരൻ വന്നു. ആ സഹോദരൻ ഒരു യഥാർത്ഥ ഒരു ഹിന്ദുവാണ്. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ സ്വതക്കം ദാനധർമ്മങ്ങൾ എല്ലാം അള്ളാഹു സ്വീകരിക്കട്ടെ. സൂക്ഷിച്ച് തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.